എന്താണ് യാസീൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ വലിയൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ 29ഓളം സ്ഥലങ്ങളിൽ അലിഫ് ലാം മീം ഖാഫ് നൂന് തുടങ്ങിയ രീതിയിലുള്ള അറബി അക്ഷരങ്ങൾ ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ പറയുന്നത് അതിന് അള്ളാഹു തആലക്ക് മാത്രമേ അതിൻ്റെ അർത്ഥം അറിയുള്ളൂ എന്നുള്ളതാണ് വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ അതിനൊക്കെ പ്രത്യേകമായ വ്യാഖ്യാനങ്ങൾ പറയുന്നവരുണ്ട്. അതിൽപ്പെട്ടതാണ് യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ, മനുഷ്യ എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലർ പറയുന്നു യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് യാസീൻ. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ചില തഫ്സീറുകളിലൊക്കെ കാണുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് സത്യം ചെയ്യുകയിലാണ് യാസീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ സയ്യിദൽ ബഷർ എന്നുകൂടി അതിനർത്ഥം കാണുന്നുണ്ട്, അതായത് മനുഷ്യരുടെ നേതാവ്. ഇങ്ങനെ യാസീൻ എന്ന വാക്കിനെ പല രീതിയിലും അർത്ഥം വെക്കുന്ന മുഫസ്സിരീങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിന് മാത്രമേ അതിൻ്റെ അർത്ഥം അറിയുകയുള്ളൂ എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അതാണ് യാസീൻ എന്ന വാക്കിനെ കുറിച്ച് ഉള്ള പണ്ഡിത ചർച്ച.